നിലമ്പൂരിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വോട്ടർമാരോട് നന്ദി പറയാനായി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഈ വിജയത്തിൽ വോട്ടർമാരോട് പറയാനുള്ളത്? അല്ല, അവർ നൽകിയ വലിയ വിജയത്തിന് അവരോട് നന്ദി പറയാണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി അവരെ കൂടെ ഞാനുണ്ടാവും. എന്നെ ഒരിക്കലും ഒരു ജനപ്രതിനിധിയായി കാണരുത്, എന്നെ ഒരിക്കലും ഒരു MLA ആയി കാണരുത്, എന്നെ ഒരിക്കലും ഒരു നേതാവായും കാണരുത്. എങ്ങനെയാണോ കഴിഞ്ഞ കാലത്തൊക്കെ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഇവരുടെ ഒരു ബാപ്പുട്ടിയായി കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വികസന കാര്യത്തിൽ ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? വികസന കാര്യത്തിൽ UDF തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ആ പദ്ധതികളൊക്കെ പൊടി തട്ടിയെടുത്ത് പരമാവധി അത് പൂർത്തീകരിക്കാൻ വേണ്ടി LDF ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഒരിക്കൽ പോലും താങ്കൾ രാഷ്ട്രീയ എതിരാളികളെ പറ്റി യാതൊന്നും സംസാരിച്ചില്ല. അതേസമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളും താങ്കൾക്കെതിരെ ഉയർന്നു വന്നു. ഇക്കാര്യത്തിൽ ഇനിയുള്ള അവരോടൊക്കെയുള്ള ഒരു സമീപനം എങ്ങനെ TV ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ ഒരു പരാമർശത്തിനും ഒരാക്ഷേപത്തിനും ഒരധിക്ഷേപത്തിനും ഞാൻ മറുപടി പറയില്ല. അതെൻ്റെ രീതിയല്ല, അതെൻ്റെ ഒരു നിലപാടാണ്, നിലപാടിൻ്റെ ഭാഗമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്കൾ അടുത്ത മാസങ്ങൾ നന്നായി പോകട്ടെ. ഓക്കെ, താങ്ക് യു. തീർച്ചയായും നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വോട്ടർമാരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വോട്ടർമാർക്ക് നൽകുന്നത്. നിലമ്പൂരിൽ നിന്നും TK അരവിന്ദൻ, അമൃത ന്യൂസ്.